ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രയോഗത്തിലെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പോൾ അത് മാക്സിമം അതിന് ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ബാക്കി സ്ക്രീനിൽ എല്ലാവരും കാണുമ്പോൾ അടിപൊളിയായിരുന്നു. ഉണ്ടയില് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായില്ല. ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ ക്യാരക്ടർ പറയേണ്ടി വരും, അത് പറയാനുള്ളൂ ഇപ്പം. പക്ഷെ അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് പൊളിയായിരുന്നു. രണ്ടും രണ്ട് തരം സിനിമയാണ്, രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ കൂടെ രണ്ടും രണ്ട് തരത്തിൽ തന്നെയാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ പഠിക്കാൻ പറ്റി? അഭിനയം പഠിക്കാൻ പറ്റി. വേറെ സിദ്ധാർത്ഥ ഈ പറഞ്ഞതുപോലെ അച്ഛന്റെ കാലം അമ്മയുടെ കാലഘട്ടമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒത്തിരി അഭിനയിച്ചു വന്ന അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് ഇപ്പൊ സിദ്ധാർത്ഥ എത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലോ. അതെ, തീർച്ചയായും തീർച്ചയായും. ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു, നമ്മളത് യാഥാർത്ഥ്യമായിട്ട് അത് കാണുന്നു, തിയേറ്ററിലേക്ക് എത്തുന്നു. അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പ്രേക്ഷകരെ പോലെ തന്നെ അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും പുതിയ അനുഭവം. ഇത് ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണല്ലോ. അപ്പം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. ഇപ്പം അറിയില്ല, അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. അതാണ് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കണ്ടു നോക്കി 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. ഇവിടെയാണ് ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ദുൽഖറിന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്തിട്ട് നമുക്ക് എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയെങ്കിലും ചെയ്യാന്ന് പറയുന്നത്. അത് ഭയങ്കരമായിരുന്നു. കൂടാതെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ട് ഇങ്ങനെ, അതായത് ആക്ടർ ആവാൻ വേണ്ടി ഒന്നാണ് ആ സമയത്ത്, അത് 21 വയസ്സൊക്കെയുള്ള മമ്മൂക്കയായിട്ട് സംസാരിക്കാനൊരു ചാൻസ് കിട്ടി. അപ്പം നമുക്ക് അന്ന് എന്നോട് പറഞ്ഞായിരുന്നു, മോശം സിനിമ ഒന്നും ചെയ്യണ്ട, നല്ല സിനിമകൾ ചെയ്താൽ മതി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. ഇതിൻ്റെ ഒരു ഭാഗമായി ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 15-ാം തീയതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പറയാൻ പറ്റില്ല. നമസ്കാരം. ഈ സിനിമയിൽ ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി പറയാം. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറുകളൊന്നും നമുക്ക് തോന്നൂല. സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. അത് കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാൻ എന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു എങ്ങനെ വരുന്നു എന്ന് നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ല. അതാണ് പുള്ളി തപ്പിയത്. കുഴപ്പമില്ല, കറക്റ്റല്ലേ? അപ്പോൾ ഏകദേശം തീരാറായി കാര്യങ്ങൾ.